ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് 14-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠന വിചിന്തന വിഷയമാക്കിയത്. അപ്പോൾ അവിടെ നാം ദൈവജനത്തെയും ഭൂവാസികളെയും നമ്മൾ കണ്ടു. അവർക്കുള്ള ആ ദൈവത്തിൻ്റെ വിധിയും എന്തെന്ന് നാം വിശകലനം ചെയ്തു. 14-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് സിയോൺ മലമേൽ നിൽക്കുന്ന കുഞ്ഞാടിനോടൊപ്പമുള്ള 144,000 പേര്, 1,44,000 പേര് നാം കണ്ടു. അവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ്. തുടർന്ന് വരുന്ന ആ വിവരണത്തിൽ 7 ദൂതന്മാരെ നാം കാണുന്നു. ഇപ്പോൾ ആരംഭത്തിൽ ദൂതന്മാർ ഭൂവാസികൾക്ക് നൽകുന്ന ആഹ്വാനമാണ്. മാനസാന്തരപ്പെടുവാനായിട്ട്, ദൈവത്തിന് മഹത്വം നൽകുവാനായിട്ട് ഉള്ള ആഹ്വാനം. അതോട് ചേർന്ന് ആ ഭൂവാസികളൊക്കെ ആശ്രയിച്ചിരുന്ന ആ സാമ്രാജ്യത്തിൻ്റെ ആ നാശം അത് വിവരിക്കുന്നു. ആ സാമ്രാജ്യത്തിന് നാശം വിവരിക്കുന്നത് തങ്ങൾ ആരിലാണോ പ്രത്യാശ വച്ചിരിക്കുന്നത് അവയ്ക്ക് നിത്യമായ നിലനിൽപ്പില്ല എന്ന് കാണിക്കുവാനായിട്ടാണ്. അതേ തുടർന്ന് വിളവെടുപ്പിൻ്റെ വിവരണമാണ് നമ്മൾ കാണുക. ഇപ്പോൾ വിളവെടുപ്പ് 2 പ്രതീകങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചിരുന്നത്. ഒന്ന് ഗോതമ്പ് വിളവും മറ്റൊന്ന് മുന്തിരിയുടെ വിളവും. ഈ ഗോതമ്പിൻ്റെ വിളവെടുപ്പ് അത് ദൈവജനത്തിന് നൽകുന്ന രക്ഷയെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി മുന്തിരി വിളവാകട്ടെ ആ പ്രതീകം ശിക്ഷാവിധിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ പഴയ നിയമത്തിലുള്ള പല പ്രതീകങ്ങളുമൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ഇത് രണ്ടും അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ദൈവജനത്തിൻ്റെ മുന്നിൽ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വിധിയുടെ സമയമായി, അതിൻ്റെ മണിക്കൂറെത്തി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിധി എപ്രകാരമായിരിക്കും എന്ന് അവതരിപ്പിക്കുന്ന വഴിയായിട്ട് അവരുടെ ചുറ്റുമുള്ള ആ വ്യവസ്ഥിതികളുടെ ലോകത്തിൻ്റെ തനിനിറം തന്നെയാണ് തുറന്നു കാട്ടുന്നത്. അവരൊക്കെ പ്രലോഭിപ്പിക്കുന്ന അന്നത്തെ ആ റോമ സാമ്രാജ്യം, ആ തിന്മയുടെയൊക്കെ വ്യവസ്ഥിതികൾ അതൊക്കെ നാശമടയും, അതൊക്കെ തകർക്കപ്പെടും എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നവരും ആ നിത്യനാശത്തിലേക്ക് അയക്കപ്പെടുന്നു. ഇനി കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നവരാകട്ടെ അവർ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ 2 സാധ്യതകളാണ് ദൈവജനത്തിൻ്റെ മുന്നിൽ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുക. ഒന്നുകിൽ കുഞ്ഞാടനോട് ചേർന്ന് നിന്ന് ആ ദൈവം വാഗ്ദാനം ചെയ്യുന്ന ആ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുക. പക്ഷേ അതിന് നാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കുഞ്ഞാടിനോടൊപ്പം ചേർന്ന് നിൽക്കണം. അവിടുത്തെ കുരിശുമരണത്തിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഇനി അതുമല്ലെങ്കിൽ മറുവശത്തുള്ളത് ഭൂവാസികളാണ്. അവർ ആ സാമ്രാജ്യത്തിൻ്റെ പകിട്ടിൽ ആകൃഷ്ടരായിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അപ്പോൾ സാമ്രാജ്യത്തിൻ്റെ പിന്നാലെ പോകണോ അതോ കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകുന്നോ? അപ്പോൾ ഈ 2 സാധ്യതകളാണ് അവരുടെ മുന്നിലുള്ളത്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഈ ദൈവജനം അല്ലെ ആരാധന സമൂഹം തന്നെയാണ്. നിങ്ങൾ 11-ാം അധ്യായത്തിൽ സ്വർഗീയ ദേവാലയം തുറന്നു കഴിഞ്ഞ് ഭൂമിയുടെ മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നത് നാം കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ. ഇനി 15-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജനം പളുങ്ക് കടലിന് സമീപം നിൽക്കുന്നതും കാണുന്നു. അപ്പോൾ ഈ 2 വിവരണങ്ങൾക്കിടയിലാണ് ഈ തിന്മകളുടെ ശക്തികളുടെ വിവരണങ്ങൾ. അതോടൊപ്പം തന്നെ ആ ശക്തികൾക്ക് നേരിടുന്ന നാശവും ഇവിടെ അവതരിപ്പിക്കുന്നു. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിലുള്ള വ്യാളിയുടെ പ്രതീകം കാണുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 മൃഗങ്ങൾ, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗവും കരയിൽ നിന്ന് കയറി വരുന്ന മൃഗവും അതൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം തിന്മയുടെ വ്യത്യസ്ത രൂപങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക്
ഈ തിന്മയുടെ ശക്തികളെയെല്ലാം അവതരിപ്പിച്ച ശേഷം ഇവയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നത് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആരാധന സമൂഹത്തിന് ചുറ്റുമുള്ള സംഭവവികാസങ്ങളുടെ തനിനിറം വ്യക്തമാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ. സിയോൺ മലമേൽ നിൽക്കുന്നവരും മൃഗത്തെ ആരാധിക്കുന്നവരും തമ്മിലുള്ള താരതമ്യത്തിലൂടെ കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്നവർക്കാണ് ആത്യന്തിക ജയം എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വിവരണത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ വിധിയുടെ കാഠിന്യം അവതരിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആരാധന സമൂഹത്തിന് തിരിച്ചറിവ് നൽകുക എന്നതാണ്. ഇപ്പോൾ സ്വർഗീയ ദേവാലയം അത് ആരാധന സമൂഹത്തിന് പ്രത്യാശയുടെ പ്രതീകമാണ്. ഇവിടെ ഈ സമൂഹം ദൈവത്തെ നാഥനും കർത്താവുമായി ആരാധിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ ഇടപെടൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വിധിയുടെയും ശിക്ഷയുടെയും പ്രതീകം തന്നെയാണ്. സൃഷ്ടാവായ ദൈവം ഈ പ്രപഞ്ചത്തിനെതിരെ നിൽക്കുന്നവരെ അവിടുന്ന് ഉന്മൂലനം ചെയ്യുന്നു. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ആണ് ഈ കൊയ്ത്തിൻ്റെ ആ പ്രതീകം ഇവിടെ ഉപയോഗിക്കുക. ഇപ്പോൾ രണ്ട് വിധത്തിലാണ് ഈ പ്രതീകങ്ങൾ ഉപയോഗിക്കുക. ഒന്ന് വിളവ് ശേഖരിക്കുക, ഗോതമ്പ് വിളവ് ശേഖരിക്കുക. മറ്റൊന്ന് മുന്തിരിയുടെ വിളവ് ശേഖരിച്ച് അത് ചവിട്ടി പിഴിയുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ദൈവജനത്തെ ദൈവരാജ്യത്തിലേക്ക് ശേഖരിക്കുന്നതാണ് ഈ വിളവ് അർത്ഥമാക്കുന്നത്. ഈ വിളവിനെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. അപ്പോൾ ആ വിളവ് അത് ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുക. ഇനി ചക്കിൽ മുന്തിരി ആട്ടുക, മുന്തിരി പിഴിയുക, അത് ശിക്ഷയുടെ പ്രതീകമാണ്. ഈ ശിക്ഷയാകട്ടെ 6-ാം അധ്യായത്തിൽ 5-ാം മുദ്രയിൽ വധിക്കപ്പെട്ടവരുടെ നിലവിളിക്കുള്ള ഉത്തരമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ അല്പകാലം അവർ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കാത്തിരിപ്പ് അനന്തമായി നീണ്ടുപോവുകയില്ല. അതിന് ഒരു അന്ത്യമുണ്ട്. ആ വിധിയാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇപ്പം നഗരത്തിന് പുറത്തു വെച്ച് ഈ ശിക്ഷ നടപ്പാക്കുന്നു എന്നത് ദൈവജനം ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നഗരം അത് ദൈവജനത്തിൻ്റെ ഇടമാണ്, ദൈവജനം വസിക്കുന്ന സ്ഥലമാണ്. പിന്നീട് പുതിയ ജെറുസലമായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വിധി അവിടുത്തെ നീതിയുടെ സാക്ഷാത്കാരമാണ്. ആരാധന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയും ആശ്വാസവും പകരുന്ന വിവരണമാണ് ഇത്. ഇപ്പോൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും തിന്മയുടെ ശക്തികളെല്ലാം ദൈവം ഉന്മൂലനം ചെയ്ത് ദൈവത്തോടും കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്നവരെ രക്ഷയിലേക്ക് ആനയിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശ അവർക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാധന സമൂഹം ചെയ്യേണ്ടത് എന്താണ്? എന്നും എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുക, കുഞ്ഞാടിനോട് കൂടെ ആയിരിക്കുക. 14-ാം അധ്യായത്തിലെ ആ 4-ാമത്തെ വാക്യം അത് വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ് ഈ 144,000 പേര് ഈ ആരാധന സമൂഹം. കുഞ്ഞാടിനോട് കൂടെ അവിടുത്തെ കുരിശുമരണത്തോളം അവിടത്തോടു കൂടെ ആയിരിക്കുന്നവർ തീർച്ചയായിട്ടും അവിടുത്തെ ഉയർപ്പിലും പങ്കുചേരും. അവർ നിത്യജീവന് അവർ അവകാശികളായിത്തീരും. അപ്പോൾ ആ ഒരു സന്ദേശമാണ് 14-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മനുഷ്യരെ പേടിപ്പിക്കുവാനായിട്ടുള്ള സന്ദേശമല്ല, ആരാധന സമൂഹത്തിന് പ്രത്യാശ നൽകാനായിട്ടുള്ള സന്ദേശമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി നാം അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 15-ാമത്തെ അധ്യായം മനുഷ്യ ചരിത്രത്തിൻ്റെ അടുത്ത ഒരു ഘട്ടമാണ് ഇവിടെ. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവർ, വിജയത്തിലേക്ക് കടന്നിരിക്കുന്നവർ ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിർണായകമായ ഇടപെടലിൻ്റെ വിവരണമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇവിടെ
7 ദൂതന്മാർ ക്രോധത്തിൻ്റെ പാത്രങ്ങളായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് തിന്മയുടെ ആത്യന്തികമായിട്ടുള്ള ഉന്മൂലനമാണ് ഇവിടെ വിവരിക്കുന്നത്. യേശുവിൽ യാഥാർത്ഥ്യമാകുന്ന രക്ഷയെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളാണ് ഇവിടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മുൻ വിവരണത്തിൻ്റെ ആ സമാപനമായിട്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് 1 മുതൽ 4 വരെ ഒരു വിജയഗീതം മുഴങ്ങുന്നത് നമ്മൾ കേൾക്കുന്നു. ആ വിജയഗീതത്തിൽ മോശയുടെയും കുഞ്ഞാടിൻ്റെയും കീർത്തനമുണ്ട്. അപ്പോൾ ഈ കീർത്തനം പഴയ നിയമത്തിലെ പുറപ്പാടിന് സമാന്തരമായ പുതിയ പുറപ്പാടിൻ്റെ വിജയ ആഹ്ലാദമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ആ രക്ഷ അത് പഴയ നിയമത്തിലുള്ള ആ പുറപ്പാടുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ വിവരണത്തിൽ ഭൗമിക തലവും സ്വർഗീയ തലവും ഒക്കെ ഇടകലർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ വിവരണങ്ങൾ അതൊക്കെ ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെയുള്ള ഈ സ്വർഗീയ ദൃശ്യങ്ങൾ, ആരാധനാ സ്തുതികളൊക്കെ പ്രതിസന്ധികളുടെ നടുവിലും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷയിലേക്ക് ദൈവജനം നടന്നടക്കുന്നതിൻ്റെ വിവരണങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ മഹാമാരികൾ ഏന്തിയ 7 ദൂതന്മാർ, അത് 15-ാം അധ്യായത്തിൽ പറയുന്ന ഈ 7 ദൂതന്മാർ തുടർന്ന് വരുന്ന ആ ഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ വളരെ സുനിശ്ചിതമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ വിധി പ്രത്യക്ഷപ്പെടുന്നു. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉള്ള ഒരു പ്രതീക്ഷ ദൈവജനത്തിന് നൽകുന്നു. ദൈവജനത്തിന് സുനിശ്ചിതമായിട്ടുള്ള ആ ഒരു വിജയം ഇത് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ആ ദൈവജനത്തിൻ്റെ ദൗത്യത്തിൽ അവർ വിശ്വസ്ത പുലർത്തണം എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. അപ്പോൾ പുതിയ പുറപ്പാടിൻ്റെ ആ പ്രതീക്ഷകൾക്കാണ് ഇവിടെ ജീവൻ വയ്ക്കുന്നത്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗത്തിൽ വലുതും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. അവസാനത്തെ 7 മഹാമാരികളുമായി 7 ദൂതന്മാർ. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ കോപം അവസാനിക്കുന്നത്. ഇപ്പം നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ 6 മുതൽ 3 സപ്തഗണങ്ങളായിട്ട് ഉള്ള വിവരണങ്ങൾ കണ്ടു. ആദ്യം 7 മുദ്രകളുടെ വിവരണങ്ങൾ, പിന്നീട് 7 കാഹളങ്ങളുടെ വിവരണങ്ങൾ. ഇനി വരുന്നത് അവസാനത്തേതായ 7 ക്രോധത്തിൻ്റെ പാത്രങ്ങളുടെ വിവരണങ്ങളാണ്. ഇപ്പോൾ ഇവിടെ സ്വർഗത്തിൽ കാണുന്ന ഒരു അടയാളമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുക, വലുതും വിസ്മയാവഹവുമായിട്ടുള്ള അടയാളം. അപ്പോൾ ഇത് ഈ അടയാളത്തെക്കുറിച്ചുള്ള സൂചന നമ്മെ 12-ാമത്തെ അധ്യായത്തിലെ പ്രതീകങ്ങളിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിലെ പ്രതീകങ്ങൾ നമുക്കറിയാം. അവിടെ സ്ത്രീയുടെ പ്രതീകമുണ്ട്, അത് ദൈവജനത്തിൻ്റെ പ്രതീകമാണ്. പ്രഥമമായിട്ടും ദൈവജനത്തിൻ്റെ പ്രതീകമാണ് എന്ന് കണ്ടു. പിന്നെ രണ്ടാമത് ആ വ്യാളിയുടെ പ്രതീകം, ആ തിന്മയുടെ പ്രതീകങ്ങൾ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണ് എന്നാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ദൈവിക പദ്ധതികൾ ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നു. ഇപ്പോൾ മൃഗം അടയാളങ്ങൾ വഴി ആളുകളെയെല്ലാം ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. അത് നമ്മൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ 13, 14 വാക്യങ്ങളിൽ 16, 14, 19, 20 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രതീകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതീകമാണ്. അപ്പോൾ ആ പ്രതീകങ്ങൾ, മൃഗത്തിൻ്റെ പ്രതീകം അർത്ഥമാക്കുന്ന ആ വ്യവസ്ഥകളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് ഇവിടെ തുടർന്ന് വിവരിക്കുക. ഇനി ഇവിടെ വലുതും വിസ്മയാവഹവുമായ അടയാളം എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം? അപ്പം അതിൻ്റെ പ്രാധാന്യം ആയിരിക്കാം ചിലപ്പോൾ സൂചിപ്പിക്കുന്നത്. അതുമല്ലെങ്കിൽ ചിലർ പറയും ഇത് വ്യാഖ്യാനിക്കാനായിട്ട് ബുദ്ധിമുട്ടേറിയതാണ് എന്ന് സൂചിപ്പിക്കുന്നു എന്ന്. നമുക്കറിയാം ഈ വെളിപാടിൽ വിവരിക്കുന്ന കാര്യങ്ങൾ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അഭൗമിക തലത്തിലുള്ള ഈ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ളതല്ല.
അപ്പോൾ ആ സ്വർഗീയ തലത്തിലുള്ള അഭൗമിക തലത്തിലുള്ള ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി 7 ദൂതരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒക്കെ യാഥാർത്ഥ്യമാക്കുന്ന 7 ദൂതന്മാർ. ഇവിടെ ഇവർ 7 മഹാമാരികളുമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ ദൂതന്മാർ അവതരിപ്പിച്ച ശേഷം പിന്നെ ഒരു ഇടവേള നമ്മൾ കാണുന്നുണ്ട് 2-ാമത്തെ വാക്യം മുതൽ. അത് 8-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഇടവേളയ്ക്ക് സമാനം തന്നെയാണ്. അപ്പോൾ അവിടെയും 7 കാഹളങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു ആരാധനയുടെ ഒരു രംഗമുണ്ട്. ഉദാഹരണത്തിന് 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, 7-ാമത്തെ മുദ്ര തുറന്നപ്പോൾ സ്വർഗ്ഗ അരമണിക്കൂറോളം നിശബ്ദമുണ്ടായി. ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആരാധനയുടെ ആ ഒരു വിവരണത്തിലേക്കാണ് അവിടെ പോകുന്നത്. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ളൊരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുന്നിലുള്ള സ്വർണ്ണ ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാൻ ധാരാളം പരിമളദ്രവ്യം നൽകപ്പെട്ടു. പിന്നെ വിവരണങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ 6-ാമത്തെ വാക്യത്തിലാണ് ഈ കാഹളങ്ങൾ വഹിച്ചിരുന്ന 7 ദൂതന്മാരെ വീണ്ടും കാണുക. 6-ാമത്തെ വാക്യത്തിൽ 7 കാഹളങ്ങൾ വഹിച്ചിരുന്ന 7 ദൂതന്മാർ അവ മുഴക്കാൻ തയ്യാറായി. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള വിവരണം തന്നെയാണ് ഇവിടെയുമുള്ളത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ ആ 7 മഹാമാരികളുമായിട്ട് നിൽക്കുന്ന 7 ദൂതന്മാരെ വിവരിക്കുന്നു. അതിനുശേഷം 2 മുതൽ പിന്നെ സ്വർഗീയമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. പളുങ്ക് കടലിന് സമീപത്ത് നിൽക്കുന്ന ആ ദൈവജനത്തിൻ്റെ ഒരു വിവരണം. ഇനി ഈ മഹാമാരികൾ നമുക്കറിയാം, ഇത് പുറപ്പാട് കഥയിലെ മഹാമാരികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈജിപ്തിലെ ആ മഹാമാരികൾ പുറപ്പാട് 7-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിനെതിരെ തിരിയുമ്പോൾ ദൈവം ആ മനുഷ്യനെതിരെ വിധി പ്രഖ്യാപിക്കുന്നത് ആണ് ഇവിടെ വിവരിക്കുക. ഇപ്പോൾ പ്രപഞ്ചത്തിലെ ദൈവ പദ്ധതികൾക്കെതിരെ തിരിഞ്ഞ് സൃഷ്ടിയെ ചൂഷണം ചെയ്യുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്ത് സ്വാർത്ഥതയാൽ തൻ്റേതായ ഒരു ഭൗമിക രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുണ്ടാകുന്ന പ്രകമ്പനങ്ങളും താളം തെറ്റലുമൊക്കെ ആയിട്ട് ഈ മാരികളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ദൈവം അവരെ നേരിട്ട് ശിക്ഷിക്കുക എന്നല്ല അർത്ഥമാക്കുക. അപ്പോൾ മനുഷ്യൻ തന്നെ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു കൂട്ടുന്നതിൻ്റെ പരിണത ഫലങ്ങൾ തന്നെയാണ് ഇവിടെ വിവരിക്കപ്പെടുന്ന മഹാമാരികൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് ഈ തിന്മ ഇല്ലാതാകാനായിട്ട് ദൈവം ഇടവരുത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ദൈവിക ഇടപെടലൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സർവ്വജനതകളും ദൈവത്തിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ആത്യന്തികമായിട്ട് സർവ്വജനതകളെയും തന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. ഇനി ഇവിടെ ഇതോടുകൂടിയാണ് ദൈവത്തിൻ്റെ ശിക്ഷ അത് അവസാനിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവസാനിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ ചരിത്രത്തിൻ്റെ ഒരു പൂർത്തീകരണം അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനിയിവിടെ നമ്മൾ കാണുന്നുണ്ട് യഹൂദ പാരമ്പര്യത്തിൽ ആ പുറപ്പാടിൽ പറയുന്ന ആ മഹാമാരികൾ വീണ്ടും വരും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷ ഇവിടെ ആഗതമായിരിക്കുന്നു. ഈ അവസാന നാളുകൾ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. ഇനി മഹാമാരികൾ എത്ര കാലം നീണ്ടു നിൽക്കും? അപ്പോൾ അത് നമുക്കറിയാം, അത് ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെയുള്ള ഒരു സമയമാണ്. അതെന്നാണ് ആരംഭിച്ചിരിക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെ ആ കുരിശുമരണം മുതൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണോത്ഥാനം മുതൽ 2ാം വരവ് വരെയുള്ള ആ ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇവിടെ ഈ പ്രതീകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത്. ഇനി ദൈവത്തിൻ്റെ കോപം എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവത്തിൻ്റെ കോപം എന്നുള്ള ആ പ്രയോഗം എന്താണ്? ദൈവത്തിൻ്റെ കോപം. ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യ മാരികളിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ അവസാന നാളുകളിലുള്ള ഈ ദൈവത്തിൻ്റെ ഈ കോപം.
ഇവിടെ ആ അവിടുത്തെ വിധിയുടെ സുനിശ്ചിതമായിട്ടുള്ള പൂർത്തീകരണം തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ ദൈവകോപത്തിൻ്റെ വീഞ്ഞും ദൈവകോപത്തിൻ്റെ മുന്തിരിച്ചക്കുമൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം തിന്മയ്ക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 16-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൻ്റെ വീഞ്ഞിനെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രോധം പൂർത്തിയാകുമ്പോൾ തിന്മയ്ക്കെതിരെയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിജയമാണ് നാം ഇവിടെ ദർശിക്കുക. അപ്പോൾ യേശുവിൻ്റെ വരവോടുകൂടെ ആരംഭം കുറിച്ച് അവിടുത്തെ രണ്ടാം വരവിൽ അവസാനിക്കുന്ന ഈ നാളുകളിൽ പ്രത്യക്ഷമാകുന്ന അവസാനത്തെ മഹാമാരികളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രത്യേക സമയക്രമമൊന്നും നാം ഇവിടെ നിശ്ചയിക്കേണ്ടതായിട്ടില്ല. ഇനി ഒരു സമയക്രമം അനുസരിച്ച് അവസാനം വരുന്ന ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പ്രകടനമായിട്ടും ഇതിനെ കാണേണ്ടതില്ല. അപ്പോൾ ഇവയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ ആ ദർശനങ്ങളുടെ ക്രമമായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഇതാ ഇവിടെ വരുന്നു. ആത്യന്തികമായിട്ട് തിന്മയെ ഉന്മൂലനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി തുടർന്ന് നമ്മൾ ഒരു ആരാധനയുടെ ഒരു രംഗമാണ്. ദൈവജനം ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു വിവരണമാണ്. 2-ാമത്തെ വാക്യം, അഗ്നി കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ കിന്നരവുമായി പളുങ്ക് കടലിൽ നിൽക്കുന്നവരെയും. ഇവിടെ പുറപ്പാടിൽ നിന്നുള്ള ചില ചിത്രങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് വീണ്ടും പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ ഒരു ആവിഷ്കാരമാണ് നാം ഇവിടെ കാണുക. ഇപ്പോൾ ഇവിടെ അഗ്നി കലർന്ന പളുങ്ക് കടൽ പോലെ നമുക്കറിയാം. പളുങ്ക് കടൽ അത് പുറപ്പാടിലെ ആ ചെങ്കടലിൻ്റെ ഒരു പുതിയൊരു വിവരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ അർത്ഥം അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. അഗ്നി കലർന്ന പളുങ്ക് കടൽ, അഗ്നി കലർന്ന പളുങ്ക് കടൽ എന്ന് പറയുമ്പോൾ നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ അവസാന വാക്യത്തിൽ സാത്താൻ കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇവിടെ അഗ്നി കലർന്ന പളുങ്ക് കടൽ എന്ന് പറയുന്നത്. ഇനി വെളിപാട് 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ പളുങ്കടലിനെ കുറിച്ചുള്ള ഒരു സൂചനയുണ്ട്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, സിംഹാസനത്തിന് മുമ്പിൽ പളുങ്ക് സമാനമായ കണ്ണാടിക്കടൽ പോലെ. അപ്പോൾ അവിടെ ആ ദൈവസന്നിധിയിലുള്ള ആ പളുങ്ക് കടൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പളുങ്ക് കടൽ എന്ന് പറയുന്നത് അത് ദൈവിക മേഖലയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് അഗ്നി കലർന്ന പളുങ്ക് കടൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അഗ്നി ജലത്തിൽ പോലും തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു, ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു. അപ്പോൾ സ്വർഗീയമായിട്ടുള്ള ഒരു വിവരണമാണെന്നർത്ഥം. അപ്പോൾ ഭൗമികമായിട്ടുള്ള ആ ജലമല്ല ഇത്, സ്വർഗീയമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ഒരു കടലാണ്, ഒരു സമുദ്രമാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ നാം തിന്മയുടെ ആവാസമായിട്ട് കണ്ടിരുന്ന ആ കടൽ രൂപാന്തരപ്പെടുന്നു. പ്രപഞ്ചത്തിന് മേലുണ്ടായിരുന്ന ആ തിന്മയുടെ ശക്തി അത് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അഗ്നി കലർന്ന പളുങ്ക് കടൽ അത് തിന്മയുടെ ശക്തികൾ അപ്രത്യക്ഷമായ ദൈവിക ശക്തി നിറഞ്ഞിരിക്കുന്ന ആ ഒരു കടൽ തന്നെയായിട്ട് നമുക്ക് കാണാം. ഇനി അഗ്നി കലർന്ന കടലിനെ വേറെ വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പുറപ്പാട് 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഗ്നിസ്തംഭത്തിൻ്റെ പ്രകാശം ആ ചെങ്കടലിൽ പ്രസരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിപാലനം, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈജിപ്ത് സൈന്യത്തെ ദൈവം നശിപ്പിച്ചതുപോലെ തിന്മയുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ഇത് അർത്ഥമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ചെങ്കടൽ കടന്ന് ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര തുടങ്ങിയതുപോലെ
കുഞ്ഞാടിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവജനം തിന്മയുടെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുന്നതാകാം ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന പുതിയ സൃഷ്ടിയിലേക്കുള്ള ഒരു പാത തന്നെയാണ് ഇത്. അതായത് മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ പളുങ്ക് കടൽ പഴയ നിയമത്തിലെ ആ ചെങ്കടലിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവജനം രക്ഷയിലേക്ക് സ്വർഗസ്ഥനായവൻ്റെ പക്കലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം തന്നെയാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമ ജനത ദൈവസന്നിധിയിലേക്ക് ആനയിക്കപ്പെടുന്നതാണ് ഇവിടെ വിവരിക്കുക. അപ്പോൾ 15-ാം അധ്യായത്തിൽ മഹാമാരികളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവജനം ഇതാ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലുള്ള പുറപ്പാടിലെ പല പ്രതീകങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ട്. തുടർന്ന് വരുന്ന ആ മോശയുടെ ഗീതത്തിൽ വളരെയധികം സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മഹാമാരികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മാരികളെക്കുറിച്ച് വായിച്ച് നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്. അതിനു മുമ്പ് തന്നെ ആ പുറപ്പാടിലൂടെ ദൈവജനം, പുറപ്പാട് യാത്രയിലൂടെ ദൈവജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചതുപോലെ നാം ആ ദൈവരാജ്യത്തേക്ക്, സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ആ കാര്യം ഓർമ്മപ്പെടുത്തി ഒരു പ്രത്യാശയുടെ സന്ദേശം ദൈവജനത്തിന് നൽകുകയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.